ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെ ഒരുപക്ഷെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞേക്കാം. നമുക്കിവിടെ ആഹാരം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങളും കുറെ കൂടി മെച്ചമായി ജീവിക്കാനുള്ള സൗകര്യങ്ങളുമൊക്കെ ഉള്ളപ്പോൾ അത് മതിയെന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥ ഭക്തൻ അവരേത് സമയത്തും പറയുന്നത്, എനിക്ക് ആവശ്യമുള്ളത് ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളുപരി ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നാണ്. അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല കേട്ടോ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും നമ്മെ നഷ്ടത്തിലോ മറ്റേതെങ്കിലും നിലയിലുള്ള ദുരന്തത്തിലോ കൊണ്ട് എത്തിക്കുകയില്ല എന്നത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണല്ലോ. ദൈവ സാന്നിധ്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ, അവർ പ്രതികൂലത്തിലോ പ്രശ്നങ്ങളിലോ അകപ്പെടുകയില്ലെന്ന് ഞാൻ പറയുകയില്ല. രോഗിയാകുകയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും രോഗവും കടഭാരവും ഇല്ലായ്മയും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ അതിൻ്റെ മധ്യത്തിലും അവർക്കൊരു കാര്യം പറയാൻ കഴിയും: ഞാൻ അനുഭവിക്കുന്ന സമാധാനം മറ്റാർക്കും അനുഭവിക്കാൻ കഴിയുന്നതിനേക്കാളുപരിയുള്ള സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല എന്ന്. ഏത് ഇല്ലായ്മയിലും ഏത് പ്രതികൂലത്തിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും ക്രിസ്തുവിനെ നന്നായി അറിയുകയും ചെയ്യുന്ന വ്യക്തി വെപ്രാളപ്പെടുവാനോ ഓടുവാനോ ഒന്നും ഇടയാകത്തില്ല. അവർക്ക് ശാന്തമായിട്ട് പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അവസരമുണ്ടാകും എന്ന് ഞാൻ തുടർന്നുള്ള ഈ സന്ദേശത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം വായിക്കട്ടെ. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. തൻ്റെ ഐഹിക ജീവിതകാലത്തിൽ ആദ്യമായി ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതമാണ് ഗലീലയിലെ കാനാവിൽ കല്യാണ വീട്ടിൽ താൻ ചെയ്തത്, അല്ലെങ്കിൽ യേശു കർത്താവ് ചെയ്തത്. അനേക അത്ഭുതങ്ങൾ കർത്താവ് മനുഷ്യർ കാണുക ചെയ്തിട്ടുണ്ട്. ഒന്നും രഹസ്യത്തിൽ ചെയ്തിട്ടില്ല എന്നതും പ്രസ്താവ്യമാണ്, പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇവിടെ കാണുന്ന യേശുവിനെ ഞാൻ ക്രിസ്ത്യാനികളുടെ ഇടയിലേക്കൊന്ന് നീക്കി നിർത്തുകയാണ്. ഈ കല്യാണ വീട്ടിൽ വന്നിരിക്കുന്ന യേശു, അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിനെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു, അവൻ്റെ ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു, യേശുവിൻ്റെ അമ്മ മറിയ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ക്ഷണിക്കപ്പെട്ട യേശു അവിടെ വന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പലർക്കും യേശു പരിചിതൻ തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല. 30-ാമത്തെ വയസ്സ് വരെയുള്ള തൻ്റെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നും നമുക്കില്ലെങ്കിലും അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്ക് ഒന്നും അറിയില്ല എന്നാണോ വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും യേശുവിനെക്കുറിച്ച് പല കാര്യങ്ങളും അവരും പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് നമുക്ക് എങ്ങനെ വിസ്മരിക്കാൻ കഴിയും? അപ്പോൾ പല നിലകളിൽ യേശുവിനെ അറിയുന്ന ഒരു സമൂഹത്തിലാണ് യേശു ഇപ്പോൾ നിൽക്കുന്നത്. ആ പ്രത്യേക സാഹചര്യത്തിൽ വേണം ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെ കാണേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ കല്യാണത്തിന് ഏറ്റവും പ്രാധാന്യത്തോടെ വിളമ്പുന്ന വീഞ്ഞ് തീർന്നുപോയി. ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കാർക്കും അറിയില്ല എന്നതും പ്രസ്താവ്യമാണല്ലോ. അവരിൽ പലർക്കും യേശുവിനെ അറിയാം, പക്ഷേ യേശു ആരാണെന്ന് വ്യക്തത ഇതുവരെ അവർക്ക് വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യുന്ന ഒരാളായിട്ടല്ല യേശുവിനെ കാണേണ്ടത്. എന്നാൽ അത്ഭുതം ആവശ്യമുള്ളപ്പോൾ അത്ഭുതം യേശു ചെയ്യുമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരത്ഭുതം ആവശ്യമെങ്കിൽ യേശു നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. അത്രയും ആളുകൾ അവിടെ ഉണ്ടായിരിക്കെ വീഞ്ഞ് പോരാതെ വന്നു എന്ന് ആ വാർത്ത അറിയിക്കാൻ പോലും ആരും അവിടെ മെനക്കെട്ടില്ല യേശുവിൻ്റെ അടുക്കൽ. എന്നാൽ യേശുവിൻ്റെ അമ്മ മറിയ യേശുവിൻ്റെ അടുക്കൽ കാര്യം പറയുകയാണ്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന്. യേശു രക്ഷിക്കുന്ന ദൈവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മറ്റുള്ളവരോട് പറയുവാൻ ബാധ്യസ്ഥരാണ്. യേശു സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. യേശു അത്ഭുത മന്ത്രിയാണ്, ഇന്നും അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വയം പരിശീലിക്കുകയും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാനും നിങ്ങൾ തയ്യാറാവുകയും ചെയ്യണം. ഇവിടെ ഇതാ ഒരു കൂട്ടം ആളുകൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടിരിക്കുകയാണ്. യേശു അവിടെ വന്നിട്ടുണ്ടെന്നറിയാം, യേശുവിനെക്കുറിച്ച് പല കാര്യങ്ങളും അറിയാം, പക്ഷെ അറിയേണ്ടതുപോലെ അറിയില്ല. യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ യേശുവിൻ്റെ അമ്മ മറിയ യേശുവിനോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല എന്ന്. നിങ്ങൾ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ ആളാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളുമായി മറ്റെങ്ങോട്ടും ഓടേണ്ട ആവശ്യമില്ല. നേരെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് തന്നെ ചെല്ലുക.
നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലയിലായിരിക്കില്ല ദൈവം പ്രവർത്തിക്കുന്നത്. അവരാരും പ്രതീക്ഷിച്ച് കാണില്ല കിണറ്റിൽ കിടക്കുന്ന പച്ചവെള്ളം കോരി വീഞ്ഞാക്കി കൊടുക്കുമെന്ന്. നമ്മുടെ വഴികൾ ദൈവത്തിൻ്റെ വഴികളല്ലല്ലോ, നമ്മുടെ ആലോചന ദൈവത്തിൻ്റെ ആലോചനയുമല്ലല്ലോ. ആകാശം ഭൂമിക്കുമേത് ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ വഴികൾ ദൈവത്തിൻ്റെ വഴികളെക്കാളും നമ്മുടെ ആലോചനകൾ ദൈവത്തിൻ്റെ ആലോചനകളെക്കാളും ഉയർന്നിരിക്കുന്നു, വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ പ്രിയ സുഹൃത്തെ, ധൈര്യത്തോടെ യേശുവിൻ്റെ പാദപീഠത്തിലേക്കൊന്ന് ചേർന്ന് നിൽക്ക്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം നൽകും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് അങ്ങയുടെ പാദപീഠത്തിൽ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.